ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, അനന്യാസന്ദീപ്, ദേവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വിഴിഞ്ഞം തുറമുഖം 77.17 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. ലഹരി വസ്തു വിൽപ്പന കൂടുതൽ സ്പോട്ടുകൾ തലസ്ഥാനത്ത്, തൊട്ടുപിന്നിൽ എറണാകുളം. തിരുപ്പുറം കുളത്തൂർ പഞ്ചായത്തുകളെ വ്യവസായ ഹബ്ബാക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. കോടി പുണ്യം, ഭക്തലക്ഷങ്ങൾ അണിനിരന്ന് ആറ്റുകാൽ പൊങ്കാല. പകർച്ചവ്യാധികൾ പെരുകുന്നു, പരിശോധന കർശനമാക്കാനൊരുങ്ങി ആരോഗ്യ വിഭാഗം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൊട്ടതെല്ലാം പൊന്നായി. പുതുചരിത്രം കുറിച്ച് ISRO. സ്പെഡെക്സ് ഡി ഡോക്കിംഗ് വിജയകരം. എരുമേലിയിൽ 2 പേർ കിണറ്റിൽ ശ്വാസം മുട്ടി മരിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖം 77.17 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ 2-3 ഘട്ട നിർമ്മാണത്തിന് പരിസ്ഥിതി അനുമതി ലഭിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. 2022 ഡിസംബറിനകം 2-3 ഘട്ടം പൂർത്തീകരിക്കണമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള അദാനി പോർട്സ് സർക്കാരിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ ഈ വികസനം അദാനി പോർട്സിൻ്റെ മാത്രം ചെലവിലാണ് നടപ്പാക്കുക. ലഹരി വസ്തു വിൽപ്പന കൂടുതൽ സ്പോട്ടുകൾ തലസ്ഥാനത്ത്, തൊട്ടുപിന്നിൽ എറണാകുളം. ലഹരി വസ്തുക്കൾ വ്യാപകമായി വിൽക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന 1400ഓളം സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് പോലീസ്. ഇവിടെ ശക്തമായ നിരീക്ഷണവും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തും. വിദ്യാലയങ്ങൾക്ക് പരിസരത്തുള്ള കടകളിൽ രാസലഹരി ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്പോട്ടുകൾ തിരുവനന്തപുരത്താണ്. 2 ആഴ്ചയായി നടത്തുന്ന പരിശോധനയിൽ മാത്രം 3694 പേരാണ് അറസ്റ്റിലായത്. തിരുപ്പുറം കുളത്തൂർ പഞ്ചായത്തുകളെ വ്യവസായ ഹബ്ബാക്കണമെന്ന് ആവശ്യം. വിഴിഞ്ഞം തുറമുഖം വികസന യാഥാർത്ഥ്യമാകുന്നതോടെ അനുബന്ധ വ്യവസായങ്ങൾക്കു വേണ്ടി വിഴിഞ്ഞത്തിനു സമീപമുള്ള തിരുപ്പുറം, കുളത്തൂർ എന്നീ അവികസിത പഞ്ചായത്തുകളെ വ്യവസായ ഹബ്ബാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിദൂര സ്ഥലങ്ങളിലേക്ക് റിംഗ് റോഡുകൾ നിർമ്മിച്ച് അനുബന്ധ വ്യവസായങ്ങൾക്ക് വഴിയൊരുക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഴിഞ്ഞത്തിന് തൊട്ടടുത്തു കിടക്കുന്ന തിരുപ്പുറം, കുളത്തൂർ, പൂവാർ, കാരോട്, ചെങ്കൽ എന്നീ അവികസിത പഞ്ചായത്തുകളെ വ്യവസായ ഇടനാഴിയാക്കാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുപ്പുറത്ത് ദേശീയപാത 66-ൽ മേൽപ്പാലത്തിനു വേണ്ടിയുള്ള സമരത്തിൻ്റെ വാർഷിക അനുസ്മരണ സമ്മേളനത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. ബാക്കി കടകൾ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്ന് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട്. നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്നും 6 രൂപ ആക്കണമെന്നും ശുപാർശയുണ്ട്. വ്യാപാരികളുടെ കമ്മീഷൻ കൂട്ടുന്നതിനാണിത്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 14ആയി കുറയ്ക്കാനുള്ള ശുപാർശയുടെ റിപ്പോർട്ട് നൽകിയത്. കോടി പുണ്യം, ഭക്തലക്ഷങ്ങൾ അണിനിരന്ന് ആറ്റുകാൽ പൊങ്കാല. ആദിപരാശക്തിയായ ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ ദുഃഖങ്ങളെ കനലരിയിപ്പിച്ച് ജീവിതാനന്ദത്തിൻ്റെ മധുരം നിവേദിച്ച് പൊങ്കാലയുമായി ഭക്തലക്ഷങ്ങൾ. കുംഭമാസത്തിലെ കൊടും ചൂടിനെ അവഗണിച്ച് ലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ചതോടെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി. പകർച്ചവ്യാധികൾ പെരുകുന്നു, പരിശോധന കർശനമാക്കാനൊരുങ്ങി ആരോഗ്യ വിഭാഗം. പകർച്ചവ്യാധികൾ തടയുന്നതിന് പരിശോധന കർശനമാക്കാൻ പൊതുജനാരോഗ്യ സമിതി തീരുമാനിച്ചു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ പരിശോധനകൾ ഊർജിതമാക്കും. ഹെപ്പറ്റൈറ്റിസ് എ, ഡെങ്കിപ്പനി എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കും. ഫ്ളാറ്റുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്കർ ലോറി
പരിശോധന, ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകളുടെ പരിശോധന, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെ പരിശോധന, കുടിവെള്ളത്തിൻ്റെ ക്ലോറിൻ എന്നിവ ഉറപ്പാക്കുന്നതിൻ്റെ പരിശോധനകൾ കർശനമാക്കും. പൊതുജനാരോഗ്യ നിയമം പ്രകാരം ജില്ലയിൽ 3 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും 2 സ്ഥാപനങ്ങൾക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി പറഞ്ഞു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൊട്ടതെല്ലാം പൊന്നായി. ആദ്യം പന്തെറിയാൻ ഏൽപ്പിച്ച ബോളർമാരെല്ലാം വിക്കറ്റെടുത്ത് പ്രതീക്ഷ കാത്തു. പിന്നാലെ രോഹിത് ബാറ്റ് കൊണ്ട് തൊട്ട പന്തുകളെല്ലാം ഫോറുകളും സിക്സറുകളുമായി ഗാലറിയിലെത്തി. ഒടുവിൽ പൊൻതിളക്കമുള്ള ICC ചാമ്പ്യൻ ട്രോഫി തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ കയ്യിലെത്തി. ഫൈനൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ സ്വന്തമാക്കിയത് ഒരു വർഷത്തിനുള്ളിൽ 2 ICC കിരീടം. കഴിഞ്ഞ വർഷം ജൂൺ 2020 ലോകകപ്പ് ഇന്ത്യ നേടിയിരുന്നു. പുതുചരിത്രം കുറിച്ച് ISRO. സ്പെഡെക്സ് ഡി-ഡോക്കിംഗ് വിജയകരം. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് പുതുചരിത്രം കുറിച്ച് ISRO. സ്പെഡെക്സ് ഡി-ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വീണ്ടും വേർപെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ഡി-ഡോക്കിംഗ്. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾക്ക് ഏറെ നിർണായകമാണ് ഡി-ഡോക്കിംഗ് വിജയം. ഇതോടെ ഡി-ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റു രാജ്യങ്ങൾ. എരുമേലിയിൽ 2 പേർ കിണറ്റിൽ ശ്വാസം മുട്ടി മരിച്ചു. 35 അടി താഴ്ചയുള്ള കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയയാളും ഇദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയയാളും ശ്വാസം മുട്ടി മരിച്ചു. എരുമേലിയിൽ തുണ്ടിൽ ഷൈബുവിൻ്റെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മുക്കട ക്ലൈപ്പാക്കൽ അനീഷ്, ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ഇറങ്ങിയ ഓട്ടോ ഡ്രൈവർ ആമക്കുന്ന് ആറ്റുകാൽ പുരയിടം ബിജു എന്നിവരാണ് മരിച്ചത്. മരിച്ച ബിജു 5 വർഷം മുമ്പ് സ്വന്തം കിണർ വൃത്തിയാക്കാൻ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോർ കിണറ്റിൽ ഇറക്കി പണി തുടങ്ങുന്നതിനിടെ വിഷവാതകം ശ്വസിച്ച് ബോധം നഷ്ടപ്പെട്ട് 4 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര നിലയിൽ കഴിഞ്ഞ ശേഷം രക്ഷപ്പെട്ടയാളാണ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം തുറമുഖം 77.17 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. ലഹരി വസ്തു വിൽപ്പന കൂടുതൽ സ്പോട്ടുകൾ തലസ്ഥാനത്ത്, തൊട്ടുപിന്നിൽ എറണാകുളം. തിരുപ്പുറം കുളത്തൂർ പഞ്ചായത്തുകളെ വ്യവസായ ഹബ്ബാക്കണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. കോടി പുണ്യം, ഭക്തലക്ഷങ്ങൾ അണിനിരന്ന് ആറ്റുകാൽ പൊങ്കാല. പകർച്ചവ്യാധികൾ പെരുകുന്നു, പരിശോധന കർശനമാക്കാനൊരുങ്ങി ആരോഗ്യ വിഭാഗം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൊട്ടതെല്ലാം പൊന്നായി. പുതുചരിത്രം കുറിച്ച് ISRO. സ്പെഡെക്സ് ഡി-ഡോക്കിംഗ് വിജയകരം. എരുമേലിയിൽ 2 പേർ കിണറ്റിൽ ശ്വാസം മുട്ടി മരിച്ചു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 8ാം ക്ലാസ് A ഡിവിഷനിലെ ആര്യ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ശ്രീനാരായണ ഗുരുവിനെ കാണാൻ മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയതെന്ന്. ഉത്തരം 1925 മാർച്ച് 12. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2-3 ഘട്ടം നിർമ്മാണം എന്നാണ് പൂർത്തിയാവുക? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. sa sa da sa ni da pa ni da ma ga ma ga re sa